എല്ലാവർക്കും നമസ്കാരം. നഴ്സിംഗ് ഗവേഷണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് രീതികളുണ്ട്. അതിൽ വളരെ ശക്തമായ ഒന്നാണ് നിരീക്ഷണം അഥവാ ഓബ്സർവേഷൻ. ഇത് വെറുതെ നോക്കി നിൽക്കുന്നതിനേക്കാൾ വളരെ വലുതാണ്. രോഗികളുടെ പരിചരണം എങ്ങനെ കൂടുതൽ മികച്ചതും സുരക്ഷിതവുമാക്കാം എന്ന് കണ്ടെത്താനുള്ള ഒരു താക്കോൽ കൂടിയാണിത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. ഇതൊരു നല്ല ചോദ്യമല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ആശുപത്രി മുറിയിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? നമ്മൾ രോഗിയോട് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരു ഉത്തരം കിട്ടും, നഴ്സിനോട് ചോദിച്ചാൽ ഒരുപക്ഷെ വേറൊന്ന് കിട്ടും. പക്ഷേ രോഗിയുടെ സുരക്ഷയും അവർക്ക് കിട്ടുന്ന പരിചരണത്തിൻ്റെ ക്വാളിറ്റിയും ഉറപ്പാക്കാൻ അവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് വസ്തുനിഷ്ഠമായി അറിയേണ്ടതുണ്ട്. അതിനെന്താണൊരു വഴി? അതിനുള്ള ഉത്തരമാണ് ശാസ്ത്രീയമായ നിരീക്ഷണം. ഇത് വെറുമൊരു നോട്ടമല്ല, മറിച്ച് ആളുകളുടെ പെരുമാറ്റങ്ങളും സംഭവങ്ങളും വളരെ ചിട്ടയായി രേഖപ്പെടുത്തി അതുവഴി രോഗി പരിചരണം എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് കണ്ടെത്താനുള്ള ഒരു പ്രൊഫഷണൽ രീതിയാണിത്. ശരി, അപ്പോൾ ഒരു സംശയം വരാം. നമ്മൾ സാധാരണയായി കാണുന്നതും ഒരു ഗവേഷകൻ നിരീക്ഷിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? എങ്ങനെയാണ് ഒരു സാധാരണ നോട്ടം ഒരു ശാസ്ത്രീയ ഉപകരണമായി മാറുന്നത്? അതിന് 3 കാര്യങ്ങൾ വേണം. 1. കൃത്യമായ പ്ലാനിംഗ്. 2. ചിട്ടയായ റെക്കോർഡിംഗ്. പിന്നെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വിശ്വസനീയമാണോ എന്നുറപ്പുവരുത്താനുള്ള ചില കൺട്രോളുകളും. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു പ്രത്യേക ഗവേഷണ ലക്ഷ്യം വേണം. ഉദാഹരണത്തിന്, ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികൾക്ക് വേദന കുറയ്ക്കാനുള്ള പുതിയ രീതി ഫലപ്രദമാണോ എന്ന് കണ്ടെത്തുക. ആ ഒരു വ്യക്തമായ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നിരീക്ഷിക്കുമ്പോഴാണ് ഓരോ നോട്ടവും അർത്ഥപൂർണമായ ഡേറ്റയായി മാറുന്നത്. ഗവേഷകർക്ക് വിവരങ്ങൾ ശേഖരിക്കാൻ ഒരുപാട് വഴികളുണ്ട്. അതൊരു ടൂൾ ബോക്സ് പോലെയാണെന്ന് പറയാം. അപ്പോൾ ഈ ടൂൾ ബോക്സിൽ നിരീക്ഷണത്തിന്റെ സ്ഥാനം എവിടെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇന്റർവ്യൂ, ചോദ്യാവലി പോലുള്ള മറ്റ് രീതികൾക്കൊപ്പം നിരീക്ഷണവും ഒരു പ്രധാനപ്പെട്ട മാർഗമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആളുകൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ അവർ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ നിരീക്ഷണം സഹായിക്കുന്നു. ആരോഗ്യരംഗത്ത് ഇതിന് വലിയ പ്രാധാന്യമുണ്ട്, അല്ലേ? ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. ഘടനാപരമായ നിരീക്ഷണം അഥവാ സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് വളരെ പ്ലാൻഡായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും ചെയ്യുന്ന ഒരു രീതിയാണ്. ഈ താരതമ്യമൊന്നു ശ്രദ്ധിക്കൂ. ഘടനാപരമല്ലാത്ത നിരീക്ഷണത്തിൽ നമുക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പക്ഷേ സ്ട്രക്ചേർഡ് ഒബ്സർവേഷനിൽ അങ്ങനെയല്ല. എന്താണ് നിരീക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് അത് രേഖപ്പെടുത്തേണ്ടത് എന്നൊക്കെ മുൻകൂട്ടി കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കും. രോഗിപരിചരണത്തിലെ പ്രോട്ടോക്കോളുകൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ ഈ ഒരു കണിശത അത്യാവശ്യമാണ്. എന്തിനാണ് ഇത്രയധികം ചിട്ടയും നിയമങ്ങളും? കാരണം ലളിതമാണ്. നമുക്ക് കിട്ടുന്ന ഡേറ്റ വിശ്വസിക്കാൻ കഴിയുന്നതായിരിക്കണം. ഒരു ഗവേഷകൻ തിരുവനന്തപുരത്തും മറ്റൊരാൾ കാസർഗോഡും ഇതേ രീതി ഉപയോഗിച്ചാൽ ഏകദേശം ഒരേപോലെയുള്ള റിസൾട്ട് കിട്ടണം. അപ്പോഴാണ് നമുക്ക് ഈ പുതിയ രീതി അണുബാധയുടെ നിരക്ക് 20% കുറച്ചു എന്നൊക്കെ ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്. ശരി, തിയറിയൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി ഇത് ശരിക്കും നഴ്സിംഗ് രംഗത്ത് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് എന്ന് നമുക്ക് ചില യഥാർത്ഥ ഉദാഹരണങ്ങളിലൂടെ കാണാം. ഇത് വളരെ വ്യക്തമാണ്, അല്ലേ? ഉദാഹരണത്തിന് കൈകളുടെ ശുചിത്വം. അത് നിരീക്ഷിക്കുന്നത് ആശുപത്രിയിലെ അണുബാധ തടയാൻ എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്കറിയാം. അതുപോലെ മരുന്ന് നൽകുന്നതിലെ ഓരോ സ്റ്റെപ്പും നിരീക്ഷിക്കുന്നത് മരുന്ന് മാറിപ്പോകുന്നതുപോലുള്ള വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഇതെല്ലാം രോഗികളുടെ സുരക്ഷയുമായി നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ നിരീക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? വെറുതെ ഓർമ്മയിൽ വെക്കുകയല്ല ചെയ്യുന്നത്. അതിനായി കൃത്യമായ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണമാണ് ചെക്ക് ലിസ്റ്റുകളും റേറ്റിംഗ് സ്കെയിലുകളും. ഇവിടെ കാണുന്നതുപോലെ ഒരു ചെക്ക് ലിസ്റ്റ് വളരെ സിമ്പിളാണ്. കൈ കഴുകുന്നതിലെ ഓരോ സ്റ്റെപ്പും കൃത്യമായി ചെയ്തോ ഇല്ലയോ എന്ന് അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് രേഖപ്പെടുത്തുന്നു. ഇത് കാണാൻ വളരെ ലളിതമാണെങ്കിലും ഒരു പ്രക്രിയ എത്രത്തോളം പൂർണ്ണമായി നടന്നു എന്ന് മനസ്സിലാക്കാൻ വളരെ ഫലപ്രദമായ ഒരു മാർഗമാണിത്. എന്നാൽ ചിലപ്പോൾ ഒരു കാര്യം നടന്നോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ പോരല്ലോ, അല്ലേ? അത് എത്രത്തോളം നന്നായി ചെയ്തു എന്നും അറിയേണ്ടി വരും. ഉദാഹരണത്തിന്, ഒരു നഴ്സ് രോഗിയുമായി എങ്ങനെ ആശയവിനിമയം നടത്തി, അത് വളരെ മോശം മുതൽ ഏറ്റവും മികച്ചതുവരെയുള്ള ഒരു സ്കെയിലിൽ രേഖപ്പെടുത്താം. അവിടെയാണ് റേറ്റിംഗ് സ്കെയിലുകൾ ഉപയോഗപ്രദമാകുന്നത്. ഇത് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലുള്ള വിവരങ്ങൾ നൽകുന്നു. അപ്പോൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇത്രയധികം ചിട്ടയോടുകൂടി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? ഇത് നഴ്സിംഗ് ഗവേഷണത്തിൻ്റെ വലിയ ലക്ഷ്യവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈയൊരു വാചകം എല്ലാം പറയുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ രോഗികളെ പരിചരിക്കുക എന്നതല്ല, മറിച്ച് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച പരിചരണം നൽകുക എന്നതാണ്.
അതിനാവശ്യമായ ഏറ്റവും ശക്തമായ തെളിവുകൾ നൽകാൻ നിരീക്ഷണത്തിന് കഴിയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന ആശയം ഇതാണ്. ചിട്ടയായ നിരീക്ഷണം നമ്മൾ കാണുന്ന കാഴ്ചകളെ വിശകലനം ചെയ്യാൻ കഴിയുന്ന ഡേറ്റയാക്കി മാറ്റുന്നു. ഈ ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് നിലവിലുള്ള രീതികൾ എത്രത്തോളം നല്ലതാണെന്ന് തെളിയിക്കാനും പോരായ്മകളുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താനും സാധിക്കുന്നു. അവസാനം ഇതെല്ലാം രോഗിക്ക് കിട്ടുന്ന പരിചരണത്തിൽ നേരിട്ടുള്ള പുരോഗതിക്ക് കാരണമാകുന്നു. ഈ ഒരു ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ കൺമുന്നിൽ തന്നെ നടക്കുന്ന, എന്നാൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന എന്തെല്ലാം ചെറിയ കാര്യങ്ങൾ രോഗിപരിചരണം മെച്ചപ്പെടുത്താൻ സഹായിക്കുമായിരിക്കും? ഒരുപക്ഷേ ശരിയായ രീതിയിൽ നോക്കാൻ പഠിച്ചാൽ ഉത്തരം നമ്മുടെ തൊട്ടുമുന്നിൽ തന്നെയുണ്ടാകും.